അബുദാബി വാഹനാപകടത്തിൽ മരിച്ച 4 കുഞ്ഞുങ്ങൾക്കും യാത്രാ മൊഴിചൊല്ലി UAE. പ്രവാസി സമൂഹത്തിന്റെ കണ്ണീരിനെ സാക്ഷിയാക്കി 4 പേരുടെയും മൃതദേഹം ദുബായിൽ ഖബറടക്കി. 7-അംഗ കുടുംബത്തിൽ 10 വയസ്സുകാരി സഹോദരിയെയും ഉമ്മയെയും ഉപ്പയെയും ഈ ലോകത്ത് ബാക്കിയാക്കിയാണ് ആ 4 പേരും വിട ചൊല്ലിയത്. അബുദാബിയിലെ അപകടത്തിൽ മരിച്ച ഒരു കുടുംബത്തിലെ ആ 4 പിഞ്ചു കുഞ്ഞുങ്ങളും ഇനി ഒരുമിച്ച് കിസൈസിലെ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങും. 4 ആൺമക്കൾക്ക് ഏക സഹോദരി. വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വഴക്കുകളും സന്തോഷങ്ങളും എല്ലാമായി ആ കുഞ്ഞുങ്ങളുടെ ശബ്ദത്താൽ നിറഞ്ഞ ദുബൈയിലെ വീടിന്റെ അങ്കണത്തിൽ ഇനി മുഴങ്ങുക നല്ല കുറെ ഓർമ്മകളും വേദനകളും മാത്രമാകും. ലിവ ഫെസ്റ്റിവലിൽ ശൈത്യകാല സ്കൂൾ അവധി ആഘോഷിക്കാൻ പോയതായിരുന്നു ആ കുടുംബം. കുറെ നല്ല സന്തോഷ നിമിഷങ്ങൾക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്കുള്ള ദീർഘയാത്ര. ഉപ്പയും ഉമ്മയും മാറി മാറി വാഹനമോടിച്ചപ്പോൾ അവധി കഴിയുന്നതിന്റെ സങ്കടവും തൊട്ടടുത്ത നാൾ സഹപാഠികളെ വീണ്ടും കാണാമെന്ന സന്തോഷത്തിലും ആ കുഞ്ഞുങ്ങൾ നിദ്രയിലാണ്ടു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ആഴത്തിലായിരുന്നു ആ നിദ്രയെന്ന് ആ കുഞ്ഞുമക്കൾക്ക് അറിയില്ലായിരുന്നു. ഉമ്മയും ഉപ്പയും കൊച്ചനുജത്തിയും മാത്രം രക്ഷപ്പെട്ടു. സഹോദരങ്ങൾ 4 പേരും യാത്രയിലും തങ്ങളെ സ്നേഹം കൊണ്ട് പരിചരിച്ച ആയ ബുഷറയും ഒന്ന് യാത്ര പോലും പറയാതെ വിടവാങ്ങി. ഉമ്മ ആശുപത്രി കിടക്കയിൽ, പാപ്പ വീൽ ചെയറിൽ. സഹോദരങ്ങൾ പോയതറിയാതെ ആ കുഞ്ഞു സഹോദരിയും. കഫൻ പുടവയിൽ പൊതിഞ്ഞ് നിരനിരയായി കിടത്തിയ കുഞ്ഞു ശരീരങ്ങൾക്ക് മുമ്പിൽ പ്രവാസലോകം കണ്ണീരണിഞ്ഞു. അബുദാബിയിലെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ദുബൈ സോനാപൂരിലെ അഷുഹദ പള്ളിയിലെത്തിച്ചപ്പോൾ അവരെ അവസാനമായി ഒരു നോക്ക് കാണാനും പ്രാർത്ഥനകളിൽ പങ്കുചേരാനും ദുബൈയിലെ പ്രവാസികൾ പള്ളി അങ്കണത്തിൽ തടിച്ചുകൂടി. അതുവരെ വാനിൽ കറുത്തിരണ്ട മേഘങ്ങൾ ആ നൊമ്പര കാഴ്ച കാണാനാവാതെ ആകണം എങ്ങോ പോയി മറഞ്ഞു. അടക്കിവെച്ച കണ്ണുനീരിൽ നിന്ന് ഒരു തുള്ളിയെങ്കിലും ആ പള്ളിപ്പറമ്പിലെ മണൽത്തരികൾക്ക് നൽകാതെ ആർക്കും ആ ഖബർസ്ഥാൻ വിട്ട് പുറത്തു വരാൻ കഴിഞ്ഞില്ല. ചടങ്ങുകൾക്കായി ആശുപത്രിയിൽ നിന്ന് വീൽചെയറിലെത്തിയ പിതാവിന്റെ സാന്നിധ്യം ബന്ധുക്കളെയും കണ്ടുനിന്നവരെയും കണ്ണീരിലാഴ്ത്തി. നമ്മളറിയാത്ത ഒരു കുടുംബത്തിലെ പൊന്നാര വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും ചെറുപ്പത്തിലുള്ള കുട്ടികളെ ഖബറ് മറമാടി പോരുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ബന്ധില്ല. അവർക്ക് ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഉമ്മാക്ക് അതിന്റെ സർജറി കഴിഞ്ഞിട്ടുണ്ട്, 1-2 സർജറി. ഉപ്പ പിന്നെ ഇവിടെ വന്നിരുന്നു, ഇപ്പോൾ ആംബുലൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പാക്കും കുറച്ച് പരിക്കുണ്ട്. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടിക്ക് വലിയ കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും ഇല്ല. ഒരു വയറ്റിൽ ജനിച്ച് ഒന്നിച്ച് കളിച്ച് ചിരിച്ച് വളർന്നവരൊടുവിൽ ഒന്നിച്ചു തന്നെ യാത്രയായി. ഈ പ്രവാസത്തിന്റെ മണ്ണിലാണ് അവരെ ഖബറടക്കിയത് എന്നതിനാൽ നാട്ടിലെ പ്രിയപ്പെട്ടവർക്കും പല ബന്ധുക്കൾക്കും ആ കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന സങ്കടമുണ്ട്. എങ്കിലും UAEയിലെ പ്രവാസി സമൂഹം ഒറ്റക്കെട്ടായാണ് അവരെ യാത്രയാക്കിയത്. ദുബൈയിൽ നിന്ന് യാസർ അറഫാത്തിനൊപ്പം അക്ഷയ് പെരാൾ, മീഡിയ 1.